അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റ് ആണ്. അതിലെ റിയാക്ഷൻസ് ഓഫ് ഒരു ബെൻസാൽഡിഹൈഡിലെ കാർബണിന്റെ പ്രത്യേകത, അവിടെ ആ ഡബിൾ ബോണ്ട് കാർബണിലെ CO ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് വരും അല്ലേ. എവിടെ പോയി? ഓക്സിജന്റെ അടുത്തേക്ക് പോയി അല്ലേ. അപ്പോൾ ഓക്സിജന്റെ അടുത്തേക്ക് പോയി. അത് കൂടാതെ എന്താ സംഭവിച്ചത്? ഈ കാർബൺ ഇവിടെ വരച്ചു. ആ കാർബണിലേക്ക് ഇവിടുത്തെ ഈ കാർബണും ഈ ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ട് ജനറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് സിന്തസിസ് ഓഫ് പൈറോഗാലോൾ മോണോമീഥൈൽ ഈതർ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു നെയ്മഡ് റിയാക്ഷനെ കുറിച്ചാണ്, ഡേക്കിൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റ് ആണ്. അതിലെ റിയാക്ഷൻസ് ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി നെയ്മഡ് റിയാക്ഷൻ ആണ് ഡേക്കിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കും, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കും, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റിയാക്ഷൻ നോക്കാം. ഡേക്കിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് OH ഗ്രൂപ്പിനെ കൊണ്ടുവരാം. ഓക്കെ, ഒരു കോമ്പൗണ്ടിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ OH ഗ്രൂപ്പ് കൊണ്ടുവരാം. അതാണ് ഡേക്കിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ഏതൊക്കെ കോമ്പൗണ്ട്സിലാണ്, എന്തൊക്കെയാണ് റിയാജൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഡേക്കിൻ റിയാക്ഷൻസ് നടക്കുന്നത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്, പാരാഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്, അതേപോലെ തന്നെ ഓർത്തോ അമിനോ ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്സിൽ അതിലുണ്ടാവുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ CHO ഗ്രൂപ്പിനെ മാറ്റിയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന CHO ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് OH ഗ്രൂപ്പിനെ കൊണ്ടുവരാം. അതാണ് ഈ ഡേക്കിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാജൻസിലെ കണ്ടീഷൻ വേണം. അതാണ് ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. ആൽക്കലൈൻ മീഡിയം വേണം, അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആൽക്കലൈൻ മീഡിയത്തിൽ ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെയുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാറ്റിയിട്ട് OH ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഡേക്കിൻ റിയാക്ഷൻ. നോക്കാം, ഇതിന്റെ മെക്കാനിസം നോക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ 4 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷന്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇനീഷ്യലി ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ ഫോം ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ ഫോം ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഫോം ചെയ്ത ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ ഉണ്ടല്ലോ, അതാണ് ഇവിടെ. ആ ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ എന്ത് ചെയ്യും, കാർബണിൽ ബെൻസാൽഡിഹൈഡിലെ കാർബണിൽ അറ്റാക്ക് ചെയ്യും. അതെങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, ഒരു ബെൻസാൽഡിഹൈഡിലെ കാർബണിന്റെ പ്രത്യേകത, അവിടെ ആ ഡബിൾ ബോണ്ട് കാർബണിലെ CO ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് വരും അല്ലേ. അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഷിഫ്റ്റിംഗ് ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജും കിട്ടും, കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ നേരെ വന്നിട്ട് പോസിറ്റീവ് സെന്ററുള്ള കാർബണിൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് കാർബൺ ഓഫ് ദി കാർബണിൽ നേരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ ഈ ഓക്സിജന്റെയും കാർബണിനും ഇടയിലുള്ള ഡബിൾ ബോണ്ട് നഷ്ടമായില്ല. അപ്പോൾ ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് കാണിക്കുക. അതാണ് ഇവിടെ കാണിച്ചത്, ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പുതുതായിട്ട് ഫോം ചെയ്ത OOH എന്ന് പറഞ്ഞ ലിങ്കേജ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോ പെറോക്സൈഡ് ആനിയോൺ എന്ത് സംഭവിക്കുന്നു, ബെൻസാൽഡിഹൈഡിലെ കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബണിലെ C ഡബിൾ ബോണ്ടോ എന്ന് പറയുന്ന ആ ഒരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുകയും ചെയ്യും. അതിന്റെ ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് 2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ കോമ്പൗണ്ട് 2 ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത കോമ്പൗണ്ട് 2 എടുത്തു. അങ്ങനെ ആ കോമ്പൗണ്ട് 2ൽ
എന്താണ് ആരോമാറ്റിക് റിങ്ങിന്റെ മൈഗ്രേഷനാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആരോമാറ്റിക് റിങ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ ആരോമാറ്റിക് റിങ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ മൊത്തത്തിൽ AR എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ്. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AR എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ AR ബോണ്ട് ഫോം ചെയ്യുന്നത് ഓക്സിജന്റെ മേലെയുണ്ട്. അതേപോലെ തന്നെ ആ കാർബൺ ഒരു കാർബണിലേക്കാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ കാർബണിന്റെ മേലെ ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജൻ ഉണ്ട്. അത് കൂടാതെ തന്നെ OH എന്ന് പറഞ്ഞ ഈ ഒരു ബോണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു ആരോമാറ്റിക് ഞാൻ ജസ്റ്റ് AR എന്ന് റെപ്രസെന്റ് ചെയ്തു. സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഈ ബോണ്ടിലേക്ക് തിരിച്ച് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ OH ഗ്രൂപ്പില്ലേ, ഈ OH ഗ്രൂപ്പ് ഇവിടുന്ന് റിമൂവ് ആവും. OH ഗ്രൂപ്പ് OH മൈനസ് ആയിട്ട് ഇവിടുന്ന് റിമൂവ് ആവുകയാണ്. ഓക്കെ, അതിന് സംഭവിക്കാൻ പോകുന്നത് ഈ ആരോമാറ്റിക്കിൽ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഈ ആരോമാറ്റിക് ഗ്രൂപ്പില്ലേ, അത് നേരെ എന്ത് ചെയ്യും, ഈ ഓക്സിജനിലേക്ക് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആദ്യം ഓക്സിജന് മേലുള്ള നെഗറ്റീവ് ചാർജ് തിരിച്ച് ഇവിടത്തേക്ക് ബോണ്ട്, ആ ഇലക്ട്രോൺസ് മുഴുവൻ ഈ ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആരോമാറ്റിക് ഗ്രൂപ്പിനെ മൈഗ്രേറ്റ് ചെയ്യണം, ഈ ഒരു ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം അല്ലെ. എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും? അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ OH ഗ്രൂപ്പ് അവിടുന്ന് റിമൂവ് ആവും, OH മൈനസ് ആയിട്ട് റിമൂവ് ആവും. അപ്പൊ നേരെ ഈ ആരോമാറ്റിക് ഗ്രൂപ്പ് ഈ ഓക്സിജനിലേക്ക് എത്തും. അപ്പൊ എന്താ കിട്ടുക നോക്കാം. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ വരക്കാം. ഓക്കെ, ആരോമാറ്റിക് റിങ് എവിടെ പോയി? ഓക്സിജന്റെ അടുത്തേക്ക് പോയി അല്ലേ. അപ്പോൾ ഓക്സിജന്റെ അടുത്തേക്ക് പോയി. അത് കൂടാതെ എന്താ സംഭവിച്ചത്, ഈ കാർബൺ ഇവിടെ വരച്ചു. ആ കാർബണിലേക്ക് ഇവിടുത്തെ ഈ കാർബണും ഈ ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ട് ജനറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഡബിൾ ബോണ്ട് വരക്കുക. പിന്നെ ആ ഹൈഡ്രജൻ അവിടെയുണ്ട്, ആ ഹൈഡ്രജനെ കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആരോമാറ്റിക് റിങ് ഓക്സിജൻ C ഡബിൾ ബോണ്ടോ H. ഓക്കെ, അപ്പൊ നോക്കിയേ, ആരോമാറ്റിക് റിങ് ഓക്സിജൻ C ഡബിൾ ബോണ്ടോ H കിട്ടിയില്ലേ. നമ്മുടെ ആരോമാറ്റിക് റിങ് ഞാൻ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത് ഈ ഒരു പോർഷൻ ആയിരുന്നു. അപ്പൊ നോക്കിയേ, അങ്ങനെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു എസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്തു അല്ലെ. അതിന്റെ പേര് അരൈൽ ഫോർമേറ്റ് ഇന്റർമീഡിയറ്റ് എന്നാണ് പേര് വരിക. അപ്പൊ സംഭവം മനസ്സിലായില്ലേ എങ്ങനെയാണ് മൈഗ്രേഷൻ സംഭവിച്ചതെന്ന്. നോക്കിയേ, ഇവിടുത്തെ ആരോമാറ്റിക് റിങ് ഈ ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ OH ഗ്രൂപ്പ് ഇവിടുന്ന് റിമൂവ് ആണ്. അങ്ങനെ റിമൂവ് ആയി OH ഗ്രൂപ്പ് OH മൈനസ് ആയിട്ട് റിമൂവ് ആയി. അതേപോലെ തന്നെ ഇവിടുത്തെ O മൈനസിലെ എന്താണ് ഇലക്ട്രോൺസ് മുഴുവൻ ഈ കാർബണിൽ ഓക്സിജൻ ബോണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഡബിൾ ബോണ്ട് ഇവിടെ കാണിച്ചു. ഓക്കെ, ആ പോർഷൻ ആണിത്. പിന്നെ ഓക്സിജനിലേക്ക് നമ്മുടെ ആരോമാറ്റിക് റിങ് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഫോം ചെയ്താണ് അരൈൽ ഫോർമേറ്റ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഈ അരൈൽ ഫോർമേറ്റ് ഇന്റർമീഡിയറ്റ് എന്ത് നടക്കും? ഹൈഡ്രോളിസിസ് നടക്കും. വാട്ടറിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം HOH ആണ് അല്ലേ. അപ്പൊ ഇവിടെ ആക്ച്വലി COO ഒരു എസ്റ്റർ ലിങ്കേജാണ് വരുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഈ ഓക്സിജന്റെ കൂടെ ബോണ്ട് ഫോം ചെയ്യും, OH ഇതിന്റെ കൂടിയും ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ സംഭവിക്കുക എന്താണ്? ഹൈഡ്രജൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള OH ഇവിടെ ജനറേറ്റ് ചെയ്തു. ഓക്കെ, പ്രൊഡക്റ്റ് കിട്ടി. പിന്നെ ഇവിടെ HCOH എന്ന് പറഞ്ഞിട്ട് ബൈ പ്രൊഡക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡേക്കിൻ റിയാക്ഷന്റെ മെക്കാനിസം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസ് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ പെറോക്സൈഡ് ആനോൺ എന്ന് പറയുന്ന ഒരു ആനോൺ ഫോം ചെയ്തു. സെക്കൻഡ്, ഈ ആനോൺ എന്ത് ചെയ്യുന്നുണ്ട്? കാർബണിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ആരോമാറ്റിക് റിങ് മൈഗ്രേഷൻ ചെയ്യാണ്. അപ്പൊ ആരോമാറ്റിക് റിങ് നേരെ ഈ ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ അതിന്റെ ബാലൻസ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും? അതിന്റെ എക്സസ് ഇലക്ട്രോൺസ് ഈ ഇവിടെ ബോണ്ടിലേക്ക് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റ് ആണ് അരൈൽ ഫോർമേറ്റ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, സംഭവിച്ചത് എന്താണ്? ആരോമാറ്റിക് റിങ്ങിന്റെ മൈഗ്രേഷൻ ആണ് തേർഡ് സ്റ്റെപ്പിൽ വരിക. ഓക്കെ, അത് ഞാൻ ആരോമാറ്റിക് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഷോർട്ട് ഫോം ആക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത നാലാമത്തെ സ്റ്റെപ്പിൽ ആ ഫോം ചെയ്ത കോമ്പൗണ്ട് ഹൈഡ്രോളൈസ് ചെയ്യാണ്, എസ്റ്റർ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. അപ്പൊ ഇവിടുത്തെ ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഓക്സിജന്റെ കൂടെ പോകും. അതേപോലെ തന്നെ OH ഈ ഒരു HCOന്റെ കൂടെ പോകും. അങ്ങനെ നമുക്ക് ഫൈനലി പ്രൊഡക്റ്റ് കിട്ടി. പ്രൊഡക്റ്റിന്റെ പ്രത്യേകത പുതുതായിട്ട് ഫോം ചെയ്ത OH ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. അത് കൂടാതെ തന്നെ HCOOH എന്ന് പറയുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ഈ റിയാക്ഷനാണ് നമ്മൾ ഡേക്കിൻസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ഡേക്കിൻസ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കാം. പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് സിന്തസിസ് ഓഫ് പൈറോഗാലോൾ മോണോമീഥൈൽ ഈതർ. അങ്ങനെ ഒരു കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പൈറോഗാലോൾ മോണോമീഥൈൽ ഈതർ, അതൊരു അനസ്തെറ്റിക് ഏജന്റ് ആണ്. അതേപോലെ തന്നെ ഹൈഡ്രോക്വിനോണിന്റെ സിന്തസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഏക്കിനെ.
ആൽക്കലി കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്വിനോണിന്റെ സിന്തസിസിനും വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനോൾസ് പ്രിപ്പറേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തത് 2-ഹൈഡ്രോക്സി 3-മെത്തോക്സി ബെൻസാൽഡിഹൈഡ് ആണ്. ഇവിടുത്തെ ബെൻസാൽഡിഹൈഡ് ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുക, OH ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യുക. അതൊരു പൈറോഗാനോൾ മോണോമീഥൈൽ ഈതർ ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ റിയാക്ഷൻ ആപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഉപയോഗിക്കുന്ന റിയാജൻസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഹൈഡ്രജൻ പെറോക്സൈഡ് വേണം, ബേസ് വേണം, പിന്നെ ഫൈനലി ഹൈഡ്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് വാട്ടറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ CHO ഗ്രൂപ്പ് എന്തായിട്ട് മാറും? OH ഗ്രൂപ്പ് ആക്കിയിട്ട് മാറും. അപ്പോൾ ആലോചിക്കുക, എന്താണ് ഡേക്കിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആൽഡിഹൈഡ് അല്ലെ, ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ ഓർത്തോ ഓർ പാരാ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡിലെ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ OH ഗ്രൂപ്പ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യാണ് ഈ ഡേക്കിൻ റിയാക്ഷൻ നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട റിയാജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ആൽക്കലൈൻ മീഡിയവും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ റിയാക്ഷനും മെക്കാനിസവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്